കോൺഗ്രസ് മാത്രമല്ല, മുസ്ലിം ലീഗിൻ്റെ അനിഷേധ്യ നേതാവ് കുഞ്ഞാലിക്കുട്ടി സാഹിബിനും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. എം പറഞ്ഞത് അദ്ദേഹം AICCയുടെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്, അതുകൊണ്ട് അത് രാജിവെക്കണമെന്നാണ്. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് എല്ലാ വികസനത്തിൻ്റെയും കാരണം ഞങ്ങളാണെന്നാണ്. അത് പ്രത്യേകിച്ച് ഞാനാണ് എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. യഥാർത്ഥത്തിൽ ഒരു വസ്തുത സത്യസന്ധമായി പൊതുസമൂഹത്തിൻ്റെ മുമ്പാകെ ഒരു ലോകസഭാ മെമ്പർ, ഒരു AICCയുടെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ, നിരവധി അവാർഡുകൾ ലഭിച്ച ഒരു ബുദ്ധിജീവി, ലോകത്തിലെ അറിയപ്പെടുന്ന ഒരു ഡിപ്ലോമാറ്റ് ഒരു പരാമർശം നടത്തിയാൽ അദ്ദേഹം പറഞ്ഞ കാര്യം വസ്തുതയ്ക്ക് നിരക്കാത്തതാണെങ്കിൽ വസ്തുതകൾ വെച്ചുകൊണ്ട് തരൂർ പറഞ്ഞത് തെറ്റാണെന്ന് പറയാം. അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസ്സിൽ എഴുതിയിട്ടുള്ള ലേഖനത്തിൽ ആധികാരികമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം വസ്തുതകൾ നിരത്തി വെച്ചുകൊണ്ട് കേരളത്തിൻ്റെ അഭൂതപൂർവമായ മുന്നേറ്റത്തെ സംബന്ധിച്ച് അതിശക്തമായിട്ടുള്ള ഭാഷയിൽ അദ്ദേഹം ലേഖനം എഴുതിയത്. അപ്പോൾ വസ്തുതകളെ വെച്ചുകൊണ്ടാണ് ശശി തരൂരിനെ നേരിടേണ്ടത്. ആ ലേഖനത്തിലെ എല്ലാ കാര്യങ്ങളോടും യോജിപ്പുള്ള ഒരാളല്ല ഞങ്ങൾ. പക്ഷേ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെതിരായി UDFൻ്റെ ഭാഗത്ത് നിന്ന് ആഞ്ഞടിക്കുന്ന ആരോപണങ്ങൾക്ക് ശക്തമായിട്ടുള്ള മറുപടിയാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. ഇപ്പം ഞാൻ കേരളത്തിലെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് 38ഓളം ശ്രദ്ധിക്കപ്പെടുന്ന അവാർഡുകൾ കേന്ദ്ര ഏജൻസി, വേൾഡ് ബാങ്ക് ഏജൻസി, കേന്ദ്ര ഗവൺമെൻറ് ഇവരുടെ ഭാഗത്ത് നിന്ന് ബഹുമാനപ്പെട്ട പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ 1ഉം 2ഉം ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ ലഭിച്ചിട്ടുണ്ട്. അതിലൊന്ന് നീതി ആയോഗിൻ്റെ റേറ്റിംഗുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവരുടെ പഠനത്തിൽ ഇന്ത്യ രാജ്യത്തിന് മാതൃകയാണ് കേരളം, ഫസ്റ്റാണ്. അത് നീതി ആയോഗിൻ്റെ ഫൈൻഡിങ്സാണ്. നീതി ആയോഗിൻ്റെ റേറ്റിംഗിൽ 100 മാർക്കിൽ 79 സ്കോർ SDG ഇൻഡെക്സ് നീതി ആയോഗ് റേറ്റിംഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളമാണ് നമ്പർ 1. അത് ഞങ്ങൾ നടത്തിയിട്ടുള്ള പരിശോധനയല്ല. മുമ്പ് പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടായിരുന്നു. ആ പ്ലാനിംഗ് കമ്മീഷൻ പിരിച്ചുവിട്ടിട്ടാണ് നീതി ആയോഗ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ചെയർമാനായിട്ടുള്ള ഒരു സംവിധാനം എല്ലാ സംസ്ഥാനത്തെ സംബന്ധിച്ചും പരിശോധിച്ച് ഇന്ത്യ രാജ്യത്തിൽ പ്രധാനപ്പെട്ട മേഖലകൾ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസം, അതുപോലെ തന്നെ ആരോഗ്യം, ആയുർദൈർഘ്യം, ആളോഹരി വരുമാനം, സാക്ഷരത, അതുപോലെ തന്നെ ഡിജിറ്റൈസേഷൻ, ഹങ്കർ ഇൻഡെക്സ്, ശിശുമരണ നിരക്ക്, ഈ കാര്യങ്ങളിലെല്ലാം ഇന്ത്യക്ക് അഭിമാനമാണ് കേരളം എന്നുള്ളത് കേന്ദ്ര ഏജൻസി, അതും പ്രധാനമന്ത്രി ചെയർമാനായിട്ടുള്ള സംവിധാനം കണ്ടുപിടിച്ചാണ്. ഞങ്ങളതല്ല. ഇതൊരു ചെറിയ രൂപത്തിൽ ഈ ലേഖനത്തിൽ ഒന്ന് പരാമർശിക്കുന്നുണ്ട്. പക്ഷെ പ്രധാനമായും അദ്ദേഹം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യവസായ സൗഹൃദത്തിൽ ഇന്ന് കേരളം മുമ്പ് 28ാം സ്ഥാനത്താണെങ്കിൽ ഇന്ന് കേരളം 1ാം സ്ഥാനത്താണ് എന്ന് അദ്ദേഹം പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം വേൾഡ് ബാങ്കിൻ്റെ സഹായത്തോടുകൂടി പ്രവർത്തിക്കുന്ന വ്യവസായ വകുപ്പിൻ്റെയും കൊമേഴ്സ് വകുപ്പിൻ്റെയും കീഴിലുള്ള DPIIT, അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള വ്യവസായ കൊമേഴ്സ് വകുപ്പിൻ്റെ കീഴിലുള്ള സ്ഥാപനമാണ്. ആ സ്ഥാപനം നടത്തിയിട്ടുള്ള പഠനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുമ്പ് 236 ദിവസമായിരുന്നു ഒരു ബിസിനസ് അപേക്ഷിച്ച് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഒരു വ്യവസായം തുടങ്ങുന്നതിനുള്ള കാലദൈർഘ്യം എന്ന് പറയുന്നത് 236 ദിവസമായിരുന്നു. അത് ഇന്ത്യയിൽ ആവറേജ്
114 ദിവസമാണ്. അപ്പം കേരളത്തിൽ 136 ഇന്നത് 2 മിനിറ്റ് കൊണ്ട് സാധിക്കും എന്നുള്ളത് ഈ റിപ്പോർട്ടിൽ പറയുന്നതാണ്. ആ റിപ്പോർട്ടാണ് ഇതിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് വ്യവസായ വകുപ്പ് മന്ത്രി രാജീവ് എടുത്തു പറഞ്ഞത്.